ഉൽപ്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? 9ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള നിലവാരത്തിൽ മാത്രമാണ് പുസ്തകത്തിൽ പറയുന്നത്. ഈ ചിത്രം നോക്കുക, അതിലെ ആരോ മാർക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഉൽപ്പാദകർ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഉൽപ്പാദകർ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് ഉപഭോക്താക്കൾക്ക് നൽകുന്നു. ഉൽപ്പാദകർ സാധന സേവനങ്ങൾ നിർമ്മിച്ച് ഉപഭോക്താക്കൾക്ക് വെറുതെ നൽകുകയല്ല ചെയ്യപ്പെടുന്നത്. അതിനൊരു വില അഥവാ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം എന്ത് ചെയ്യും? ഉപഭോക്താക്കൾ ഉൽപ്പാദകർക്ക് നൽകണം. രണ്ടാമത്തെ ആരോ മാർക്ക് നോക്കുക. ഉപഭോക്താക്കൾ ആ സാധന സേവനങ്ങളുടെ മൂല്യം തിരിച്ച് ഉൽപ്പാദകർക്ക് നൽകുകയാണ് ചെയ്യപ്പെടുന്നത്. മുകൾ ഭാഗത്തെ ആരോ മാർക്കുകൾ ഒന്നുകൂടെ നോക്കുക. ഉൽപ്പാദകർ സാധന സേവനങ്ങൾ നിർമ്മിക്കുന്നു, അവർ നിർമ്മിക്കുന്ന സാധന സേവനങ്ങൾ ഉൽപ്പാദകരുടെ കയ്യിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് പോകുന്നു. പകരമായി ഉപഭോക്താക്കൾ അതിൻ്റെ വില എന്ത് ചെയ്യും? ഉപഭോക്താക്കളുടെ കയ്യിലുള്ള പണം വിലയായിട്ട് ഉൽപ്പാദകരിലേക്ക് തിരിച്ച് പോവുകയും ചെയ്യപ്പെടുന്നു. അതാണ് മുകൾ ഭാഗത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി താഴ്ഭാഗത്ത് നോക്കുക. ഉൽപ്പാദകർ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവർക്ക് ഉൽപ്പാദന ഘടകമായിട്ടുള്ള തൊഴിൽ ആവശ്യമാണ്. ഈ തൊഴിൽ അവർ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഉപഭോക്താക്കളുടെ കയ്യിലുള്ള തൊഴിലെന്ന് പറയുന്നത് ഉൽപ്പാദകരിലേക്ക് പോകുന്നു. ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ഉപഭോക്താക്കളുടെ കയ്യിലുള്ള തൊഴിലിനെ ഉൽപ്പാദകർക്ക് സപ്ലൈ പ്രദാനം ചെയ്യാണ് ചെയ്യപ്പെടുന്നത്. അത് വെറുതെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഉൽപ്പാദകർ തൊഴിലിന് കൂലി നൽകുന്നുണ്ട്, അഥവാ വേതനം തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപഭോക്താക്കളുടെ കയ്യിലുള്ള തൊഴിലിനെ ഉൽപ്പാദകർക്ക് വിട്ടുകൊടുക്കും. അതിന് പകരമായിട്ട് ഉൽപ്പാദകർ വേതനം തിരിച്ച് ഉപഭോക്താക്കൾക്ക് തന്നെ നൽകും. അപ്പോൾ താഴ്ഭാഗത്ത് കാണിച്ചിട്ടുള്ളത് തൊഴിൽ വിപണിയാണ്. ഉപഭോക്താക്കൾ തൊഴിലിനെ ഉൽപ്പാദകർക്ക് കൊടുക്കും, ഉൽപ്പാദകർ അതിന് പകരമായിട്ട് കൂലി അഥവാ വേതനം തിരിച്ച് ഉപഭോക്താക്കൾക്ക് തന്നെ കൊടുക്കും. ഇതാണ് ഉൽപ്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ആ സർക്കുലർ ഫ്ലോ എന്ന് പറയപ്പെടുന്ന ബന്ധമെന്ന് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സാമിന് ഈ ചിത്രം തന്നിട്ട് അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനായിട്ട് പറയാം. അതുകൊണ്ട് തന്നെ ചിത്രം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരികയാണെങ്കിൽ ചിത്രം വരച്ച് ചിലപ്പോൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ആരോ മാർക്കുകൾ കൃത്യമായിട്ട് തെറ്റുകൂടാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.